എറണാകുളം ജില്ലയിലെ എക്കണോമിക്സ് അധ്യാപകരുടെ വാർഷിക കൂട്ടായ്മയും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് ചടങ്ങും സംഘടിപ്പിച്ചു. തേവര സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ചടങ്ങിന്റെ ഉദ്ഘാടനം എറണാകുളം സെൻട്രൽ അസിസ്റ്റന്റ് കമ്മീഷണർ സി ജയകുമാർ നിർവഹിച്ചു. എറണാകുളം ജില്ലാ ഇക്കണോമിക്സ് അധ്യാപകരുടെ വാർഷിക കൂട്ടായ്മയും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് ചടങ്ങും പുരസ്കാര വിതരണവും തേവര സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. എക്കോസ 2025 എന്ന് നാമകരണം ചെയ്ത പരിപാടിയുടെ ഉദ്ഘാടനം എറണാകുളം സെൻട്രൽ അസിസ്റ്റന്റ് കമ്മീഷണർ സി ജയകുമാർ നിർവഹിച്ചു. എക്കണോമിക്സ് ഡിഗ്രിക്കാരുടെ പോസ്റ്റ് ഗ്രാജുവേഷൻകാരുടെ ഇടയിലാണ് ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ വാക്കുകളൊക്കെ കിട്ടി. തിയറി ഓഫ് യൂട്ടിലിറ്റി, പിന്നെ ബന്ധം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുവരെ കേൾക്കാത്ത കുറേ ആളുകളുടെ പേരൊക്കെ അത്രയൊക്കെ കേട്ടുള്ളൂ. പക്ഷേ അന്ന് എക്കണോമിക്സ് പഠിക്കുന്നവരെല്ലാം നല്ല മിടുക്കന്മാരായിരുന്നു. കാരണം എക്കണോമിക്സ് ഒക്കെ പഠിക്കാൻ പോകുന്നവർ തന്നെ സിവിൽ സർവീസ് ലക്ഷ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെ പോകുന്നവരാണ് മിക്കവാറും. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂടെ പഠിപ്പിക്കുന്ന മിക്കവാറും കാര്യവട്ടം ക്യാമ്പസുകാരായിരുന്നു. അപ്പോൾ അവിടെ ഉള്ള മിക്കവാറും പേര് നല്ല മിടുക്കന്മാരായിരുന്നു. അവരൊക്കെ വഴി തിരിഞ്ഞ് ഇപ്പോൾ അന്ന് ഞങ്ങളുടെ പഠിച്ച ഒരാൾ ഹൈക്കോടതിയിൽ ജഡ്ജിയായി എത്തി. അപ്പോൾ അങ്ങനെ എക്കണോമിക്സുമായിട്ട് എനിക്ക് അങ്ങനെ ആദ്യമായിട്ട് ബന്ധം വന്നു. ഫ്ലവേഴ്സ് TV ടോപ്പ് സിംഗർ സീസൺ 2 ജേതാവ് ശ്രീനന്ദ് വിനോദ് വിശിഷ്ട അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ ബിന്ദു വി, സതി KB, ശ്രീകല NG എന്നിവരെ ആദരിക്കുന്ന ചടങ്ങിനും അദ്ദേഹം നേതൃത്വം നൽകി. നമ്മൾക്ക് ഏത് ഡ്യൂട്ടി കിട്ടുമ്പോഴും അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് റെസ്പോൺസിബിലിറ്റി കിട്ടുമ്പോഴും നിങ്ങൾ എല്ലാവരും മനസ്സിലോർക്കേണ്ടത് അതെല്ലാം ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളുടെ കാലിബർ അല്ലെങ്കിൽ നമ്മളുടെ എഫിഷ്യൻസി കാണിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രം അതിനെ കരുതുക. ഒന്നും ഒരു ബേർഡൻ അല്ല. എല്ലാം എൻജോയ് എവറി മൊമെന്റ്. എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ 27 വർഷത്തെ സർവീസ് പൂർത്തിയാക്കി ഞാൻ പടിയിറങ്ങുമ്പോൾ 4 വർഷത്തെ പ്രിൻസിപ്പൽ ജീവിതവും അതിനെന്നെ സഹായിച്ചത് തീർച്ചയായിട്ടും എൻ്റെ സ്കൂളിലെ സുഹൃത്തുക്കൾ തന്നെയാണ്. പ്രമോദ് സാറിനെ പോലെയുള്ള നല്ല നല്ല ഫ്രണ്ട്സ് എനിക്ക് കിട്ടി. അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ പ്രിൻസിപ്പൽ ചാർജ് എനിക്ക് വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. PSC വഴിയാണ് ഞാൻ സർവീസിൽ കയറുന്നത്. അതിനു മുന്നേ പ്രൈവറ്റ് സ്കൂളും പ്രൈവറ്റ് കോളേജും എംപ്ലോയ്മെന്റ് സർവീസും അങ്ങനെയൊക്കെ ആയി അവസാനം എന്താ പറയുക, ഏറ്റവും അവസാനത്തെ ചാൻസ് എന്ന രീതിയിൽ PSC എഴുതി. അഖിലേന്ത്യാ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 1500 മീറ്ററിലും 400 മീറ്ററിലും ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ബിജുമോൻ R, സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ പ്രമോദ് മാല്യങ്കര, സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ രേണുക R തുടങ്ങിയവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. പുതിയതായി പ്രിൻസിപ്പൽ തസ്തികയിൽ നിയമിതരായ അധ്യാപകർ, വിരമിച്ചവർ, സീനിയേഴ്സ് തുടങ്ങിയവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. സന്ദീപ് ജോസഫ്, വിദ്യ MK, ജേക്കബ് PV, സുമിത ബിന്ദു, വിൻസെന്റ് PL, ജോണി ജോൺ P, സജീവ് അരീക്കൽ, ജിൻസി TJ, രേഖ A, ഫാദർ ആൻഡോ കളത്തിൽ, റോജി ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഒരു കൂട്ടായ്മയുടെ വിജയം, അത്ര നല്ലൊരു കൂട്ടായ്മയാണ് ഈ ഒരു മാസമായിട്ട് നടക്കുന്നത്. അതിലേറെ ഞാനൊരു അധ്യാപകനായി ഇന്ന് സന്തോഷിക്കുന്ന ദിവസമാണ്. അതിലേറെ ഒരു എക്കണോമിക്സ് അധ്യാപകനായി സന്തോഷിക്കും. അതിലേറെ എറണാകുളം ജില്ലയിലെ എക്കണോമിക്സ് അധ്യാപകനായി അതിയായി സന്തോഷിക്കും. അത്തരം കൂട്ടായ്മയാണ്. ഞാൻ വേറെ ജില്ലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ഒരു ഡിഫറൻ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ വേണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നടത്തണം. എറണാകുളമാണ് വെന്യൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ എടപ്പള്ളിയിലാണ് ഈ പ്രാവശ്യത്തെ ക്യാമ്പ്. എറണാകുളം സെൻറ് ആൻ്റണീസിലുണ്ടെങ്കിലും നമ്പർ തീരെ കുറഞ്ഞു പോയി. എല്ലാവരും എടപ്പള്ളിയിലുണ്ട്. നമ്മുടെ ആനുവൽ മീറ്റിംഗ് നമ്മൾ പല സബ്ജില്ലകളായിട്ടാണ് നടത്താറ്. ആലുവ, പെരുമ്പാവൂർ, എറണാകുളം, മൂവാറ്റുപുഴ, ഇങ്ങനെ പല സബ്ജില്ലകളായിട്ട് മാറിയാണ് നടത്താറുള്ളത്. എല്ലാവരുടെയും സൗകര്യമാകാം. ഈ കഴിഞ്ഞ പ്രാവശ്യം മൂവാറ്റുപുഴയിൽ വെച്ചാണ് നമ്മൾ നടന്നത്. ഈ പ്രാവശ്യം വേദിയായിരിക്കുന്നത് എറണാകുളത്തെ ഏറ്റവും നല്ല വിദ്യാലയങ്ങളിലൊന്നായ SH തേവര സ്കൂൾ തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. Study German at International Language Academy, ELA Cochin. Grab your future in Germany and Austria.